ഇപ്പോൾ സൂറത്ത് യൂനുസിലായത്ത് ഹുബിദാലിക്ക ഫല്ലഫറോ ഈ ആയത്താണ് സാധാരണ നബിദിന തെളിവ് ഉദ്ധരിക്കുക. ഈ തെളിവ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ആയത്ത് നബിദിനത്തിന് തെളിവാണെങ്കിൽ ഇത് ആദ്യം മനസ്സിലാക്കേണ്ട ആരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ, സഹാബത്തല്ലേ. ആ 10 ആയത്ത് ഞങ്ങൾ പഠിച്ച് അത് അമലാക്കിയിട്ടല്ലാതെ അടുത്ത 10 ആയത്ത് പഠിക്കൂല എന്നുള്ള സഹാബത്തിനെ പറ്റി അവർ പറഞ്ഞ്. അപ്പോൾ ഹുബിദാലിക്ക ഫല്ലഫറോൽ പഠിച്ചിട്ടുണ്ടല്ലോ, പഠിച്ചിട്ടുണ്ടെങ്കിൽ അമലാക്കിയില്ല, നബിദിനം പോലെ ആഘോഷിച്ചിട്ടില്ലല്ലോ. അപ്പോൾ പിന്നെ എന്തായി? ഖവാരിജിങ്ങളോട് പറഞ്ഞ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞ വാചകോട് നമുക്ക് പറയാനുള്ളത് കലിമത്തു ഹഖിൻ ഉരീദ ബിഹൽ ബാത്തിൽ. അപ്പോൾ നിങ്ങൾ പറഞ്ഞ ആയത്ത് ഹബീദാലിക്ക ലഫ്ര ഖുറാനുണ്ട്, പക്ഷെ നിങ്ങൾ ഉദ്ദേശിച്ച ആശയം നബിദിനം എന്നുള്ളത് ബാത്തിലായ ആശയം. പിന്നെ നിഅമത്തുൽ കുബ്ര എന്ന് പറഞ്ഞ ഒരു പുസ്തകം ഇപ്പോൾ കാണാൻ തന്നെയല്ല. കാരണം പേരോട് മുസ്ലിയാർ അടക്കം എന്ത് ചെയ്തു, അങ്ങനത്തെ ഒരു പുസ്തകം തന്നെ ഇബ്നു ഹജർ ഹൈതമിക്ക് ഇല്ലയെന്ന് പരസ്യമായിട്ട് പ്രസംഗിച്ചു. ആ പുസ്തകത്തിൽ നിന്നാണ് 4 ഖുലഫായിൻ്റെ പേരിലും പെരും കളവ് ഇവർ സമൂഹത്തെ കേൾപ്പിച്ചത്. എല്ലാ പള്ളികളുടെ മുമ്പിലും വലിയ ഫ്ലക്സൊക്കെ വെച്ചിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു അങ്ങനെ ചെയ്തു, ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ചെയ്തു, ഉഹുദ് മലയോളം ചെലവഴിച്ചെന്നൊക്കെ പറഞ്ഞാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ദുരവസ്ഥ കൂടി ഇതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ ഇപ്പോൾ അനുഭവിക്കുന്നു. പ്രവാചകനും സഹാബത്തിനും പരിചയമില്ലാത്തൊരു ദീന് ഈ പുതുതായിക്കൊണ്ടുണ്ടാക്കിയിട്ട് പിന്നെ എന്ത് പ്രമാണത്തിൻ്റെ വലുതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ പ്രമാണമൊക്കെ കണ്ടോലെ തന്നെയാണ് പ്രവാചകനും സഹാബത്തൊക്കെ. എന്നിട്ടും അവർ നബിദിനം ആഘോഷിച്ചിട്ടില്ലെങ്കിൽ അതാണ് നമ്മുടെ പ്രമാണം. റബീഉൽ അവ്വൽ വരുമ്പോൾ അതിന് മുന്നോടിയായി തന്നെ സമുദായത്തിൽ അതിൻ്റെ അനാചാരങ്ങൾ ഇപ്പോൾ ഒരുങ്ങിക്കഴിഞ്ഞു. ആ അലങ്കാരങ്ങളും മറ്റുള്ള അതിനുള്ള തയ്യാറെടുപ്പുകളും കടന്നു വരികയാണ്. നമ്മളും അതോടൊപ്പം തന്നെ സലഫികൾ എന്ന് പറയുന്നവർ അത് നഖശിഖാന്ത് നമ്മൾ എതിർത്തുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട് നമ്മൾ എതിർക്കുന്നു എന്നുള്ളത് വ്യക്തമാക്കാൻ എനിക്ക് ആദ്യം സൂചിപ്പിക്കാനുള്ളതെന്ന് വെച്ചാൽ ഇവിടെ ഇനി പറയാൻ പോകുന്ന ചില കാര്യങ്ങൾ നമ്മൾ ഒന്ന് മനസ്സ് തുറന്നൊന്ന് ശ്രദ്ധിക്കണം. കാരണം ഒരു ആഘോഷമെന്ന് പറയുമ്പോൾ അത് ഒരു മനുഷ്യന്മാർക്കൊരു സന്തോഷമൊക്കെ ഉണ്ടാകുന്ന ഒരു ഊർജം കിട്ടുന്ന കാര്യമാണ്. അപ്പം അതിൻ്റെ കൂടെ ഇങ്ങനെ കൂടിക്കൊടുക്കുക, അത് പിന്നെ തെറ്റാണോ വിദഗ്ധാണോ നോക്കാൻ പോകണ്ട എന്നൊരു തെറ്റിദ്ധാരണ സമൂഹത്തിലുണ്ട്. പക്ഷെ ആ ഒരു തെറ്റിദ്ധാരണ അല്ലെങ്കിൽ ആ ഒരു ധാരണ മാറ്റിവെച്ച് അള്ളാഹുവിൻ്റെ ദീന് ശരിയാവണ്ണം പഠിച്ച് മനസ്സിലാക്കണം എന്നൊരു ആഗ്രഹത്തോടു കൂടി നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളും ശ്രദ്ധിച്ചാൽ മതി. അതിലൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീൻ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ യുക്തിക്കും അനുസരിച്ച് കൊണ്ടല്ല അതിൽ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നത്. ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ വിശുദ്ധ ഖുർആൻ എത്ര പുണ്യമുള്ള കിതാബാണ്. വിശുദ്ധ ഖുർആൻ ബർക്കത്തുണ്ട്. ആ വിശുദ്ധ ഖുർആൻ ഓതുന്നതിനും ബർക്കത്തുണ്ടല്ലോ. നമ്മൾ നമസ്കാരത്തിൽ നിന്നുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ട്. പക്ഷെ റുക്കൂഇലും സുജൂദിലും ഖുർആൻ പാരായണം ചെയ്യാൻ പറ്റുമോ? പറ്റൂല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചതാണ്. അപ്പോൾ എന്തുകൊണ്ട് പറ്റില്ല? ഖുർആൻ മോശമായത് കൊണ്ടാണോ, അതല്ല സുജൂദിന് കുഴപ്പമുള്ളത് കൊണ്ടാണോ, റുക്കൂന് കുഴപ്പം, അത് നമുക്കറിയില്ല. അത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ ഖുർആനും സുന്നത്തും ഖുർആൻ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, റുക്കൂനും സുജൂദിലും പാരായണം ചെയ്യരുത്. അവിടെ നിങ്ങൾ അള്ളാഹുവിൻ്റെ മഹത്വം പുകഴ്ത്തുകയാണ് വേണ്ടത്. അപ്പോൾ ചില ആളുകൾക്ക് ചോദിക്കാം, അള്ളാഹുവിൻ്റെ മഹത്വം ദിക്റുള്ള ഏറ്റവും നല്ല ദിക്റല്ലേ ഖുർആൻ? അപ്പോൾ അവിടെ നമ്മുടെ ബുദ്ധിയല്ല ദീൻ തീരുമാനിക്കുന്നത്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണോ പഠിപ്പിച്ചത്, അള്ളാഹുവിൻ്റെ പ്രവാചകൻ എന്താണ് പഠിപ്പിച്ചത്, അത് അങ്ങനെ തന്നെ പിൻപറ്റലാണ് ദീനിൻ്റെ ഒന്നാമത്തെ അടിസ്ഥാനം. രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ നേരത്തെ അതിൻ്റെ തുടർച്ചയായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദീൻ തീരുമാനിക്കപ്പെടുന്നത് വഹിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും സ്വന്തമായി ഇഷ്ടം അനുസരിച്ചുകൊണ്ട് തീരുമാനിക്കാൻ അർഹതല്ലല്ലോ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഖിബ്ല കഅബയായിരുന്നു ആണല്ലോ. പക്ഷെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്നതിന് ശേഷം പോലും 16 മാസത്തോളം പ്രവാചകൻ എവിടേക്ക് തിരിഞ്ഞ് നമസ്കരിച്ചത്? ബൈത്തുൽ മഖ്ദിസ് തിരിഞ്ഞ് നമസ്കരിച്ചത്. മക്കയിലാകുമ്പോൾ പ്രവാചകൻ്റെ മുമ്പിൽ കഅബ ഉണ്ടെന്നെങ്കിലും വെക്കാം, എന്നിട്ട് കഅബയെ ഇപ്പുറത്ത് നിന്നിട്ട് കഅബയെ മുമ്പിലാക്കിയിട്ട് ബൈത്തുൽ മഖ്ദിസ്. പക്ഷെ മദീന അതില്ലല്ലോ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആഗ്രഹമുണ്ട്, ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ എന്ന് അള്ളാഹു പറഞ്ഞല്ലോ. പക്ഷെ എന്തുകൊണ്ട് പ്രവാചകൻ തനിക്ക് ഇഷ്ടപ്പെട്ട, അപ്പോൾ പ്രവാചകൻ്റെ ഇഷ്ടം പോലും അത് ദീനാകണമെങ്കിൽ എന്തു വേണം? അള്ളാഹുവിൻ്റെ തീരുമാനമാണ്, അള്ളാഹുവിൻ്റെ വഹി വരണം. അതുകൊണ്ടാണ് വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുഹ. ഇതാണ് രണ്ടാമത്തെ കാര്യം. ഇതിലൊന്നും സുന്നി മുജാഹിദ് സമസ്ത തർക്കമുള്ള വിഷയമല്ല. ഇനി മൂന്നാമത്തെ ഒരു കാര്യം, ഈ അള്ളാഹുവിൻ്റെ വഹികൾ എവിടെയുള്ളത്? അതിനാണ് നമ്മൾ ഖുർആനും സുന്നത്തും. അപ്പോൾ ദീനിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് ഖുർആനും സുന്നത്തുമാണ്.
ആ ഖുർആനിലും സുന്നത്തിലും ഉള്ളതാണ് ദീനാകുക. അത് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. അപ്പോൾ ഇമാം അഹ്ലുസുന്ന ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടത്തിൽ നേരിട്ട ഏറ്റവും വലിയ പരീക്ഷണങ്ങളിൽ ഒരു പരീക്ഷണമായിരുന്നു ഖൽഖുൽ ഖുർആൻ, അഥവാ ഖുർആൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണെന്ന് ഭരണാധികാരികളടക്കമുള്ള മുഅ്തസിലികൾ വാദിച്ചപ്പോൾ അല്ല, അള്ളാഹുവിൻ്റെ കലാമാണ്, സൃഷ്ടിയല്ല എന്ന് വളരെ കണിശമായ രീതിയിൽ വാദിച്ച് അതിനുവേണ്ടി ജയിൽവാസം 3 ഭരണാധികാരികളുടെ കാലഘട്ടത്തിൽ അനുഷ്ഠിച്ച ഒരു ഇമാം അഹ്ലുസുന്നയാണ് ആര്? ഇമാം അഹ്മദ് ബിൻ ഹംബൽ. അപ്പം അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഒരു മുഅ്തസിലി നേതാവുമായിക്കൊണ്ട് ആ ഭരണാധികാരിയുടെ സമീപത്ത് നടന്ന ചർച്ച ഉണ്ട്, അഥവാ ഒരു വാദപ്രതിവാദം. അപ്പം അതിൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഒരു മുഅ്തസിലിയായ മനുഷ്യനോട് പറയാം, ഖുർആൻ അള്ളാഹിൻ്റെ സൃഷ്ടിയാണെന്നും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഇദ്ദേഹം മുഅ്തസിലി പറയാം, ഹുവ ളാല്ലു മുബ്തദിഉൻ യാ അമീറുൽ മുഅ്മിനീൻ. ഇമാം അഹ്മദ് ആരാണ്? മുബ്തദിയാണ്, ളാല്ലാണ്. കാരണം നമ്മൾ പറയുന്ന വാദം അദ്ദേഹം സ്വീകരിക്കുന്നില്ല. അപ്പോൾ ഇമാം അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞൊരു വാചകമുണ്ട്, യാ അമീറുൽ മുഅ്മിനീൻ, അല്ലേ വിശ്വാസികളുടെ അമീറെ, യഅ്തൂനി ബിആയത്തിൻ മിൻ കിതാബില്ലാഹ് ഔ ബിസുന്നത്തിൻ മിൻ സുനനി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്താ യുജീബുഹും ഇലൈഹാ. നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി, നിങ്ങൾ പറയുന്ന വാചകം വാക്ക് ഞാൻ സ്വീകരിക്കണമെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ കിതാബ് എന്നൊരായത്ത് കൊണ്ടുവരൂ, അതല്ലെങ്കിൽ പ്രവാചകൻ്റെ സുന്നത്തിൽ നിന്നൊരു സുന്നത്ത് നിങ്ങൾ കൊണ്ടുവരൂ, എന്നാൽ ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. അപ്പോൾ മുഅ്തസിലി ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, അപ്പം നമ്മുടെ നാട്ടിൽ ചില ആൾക്കാർ ചോദിക്കുന്ന ചോദ്യമാണ്, ഫഅൻത ലാ തഖൂൽ ഇല്ലാ മാ ഫീ കിതാബില്ലാഹി വസുന്നത്തി റസൂലി. അള്ളാഹിൻ്റെ ഖുർആനും സുന്നത്ത് റസൂലുള്ളാഹിൻ്റെ സുന്നത്തിലുള്ള മാത്രമേ നിങ്ങൾ പറയുള്ളൂ, മാത്രമേ നിങ്ങൾ സ്വീകരിക്കുള്ളൂ. അപ്പോൾ ഇമാം അഹ്ലുസുന്ന കൊടുത്തൊരു മറുപടി ഉണ്ട്, അതാണ് സലഫിയുടെ മറുപടി. അദ്ദേഹം പറയാണ്, വഹൽ യഖൂമുൽ ഇസ്ലാമു ഇല്ലാ ബിഹിമാ. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇത് 2 മേലുള്ളതാണ്. ഈ ഖുർആൻ്റെയും സുന്നത്തിൻ്റെയും മുകളിലുള്ളതാണ് ഇസ്ലാം എന്ന് പറഞ്ഞത്. അപ്പോൾ ഖുർആനിലുണ്ടോ സുന്നത്തിലുണ്ടോ എന്ന് ആരാദ്യം പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീൻ ഇമാം അഹ്ലുസുന്ന. നമ്മുടെ അഹ്ലുസുന്നയുടെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ പറയാണ്, നിങ്ങൾ ഖുർആനിലുണ്ടോ സുന്നത്തിലുണ്ടോ കൊണ്ടുവരി, നിങ്ങളെ കൗല് വേണ്ട. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ദീനിൻ്റെ ഏത് കാര്യങ്ങളിലും നമ്മൾ പാലിക്കേണ്ട ഒരു കാര്യമാണ്. 4-മത്തെ ഒരു വിഷയം എന്താ വെച്ചാൽ, ശരി ഖുർആനിലും സുന്നത്തിലും ഉണ്ടോ എന്നുള്ളത്, ചില ഏത് വിധത്തിൻ്റെ കക്ഷികളും ഖുർആൻ ഓതും, സുന്നത്ത് ഓതും. അപ്പോൾ അവിടെ നമ്മൾ 4-മത്തെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ഖുർആനും സുന്നത്തും ഇതിൻ്റെ അർത്ഥവും വ്യാഖ്യാനങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ടത് ആര് മനസ്സിലാക്കിയതുപോലെ, പ്രവാചകൻ്റെ സഹാബത്ത് മനസ്സിലാക്കിയതുപോലെയാണ്. ഇല്ലെങ്കിൽ അബദ്ധം പറ്റും. എങ്ങനെ ചോദിച്ചാൽ, ഇപ്പോൾ ഖവാരിജികൾ വന്നു, അലി റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ ഖവാരിജ് രംഗത്ത് പ്രവേശനം ചെന്നിട്ട് ഇവരുടെ വാദത്തിന് തെളിവാക്കിയത് എന്താണ്? ഖുർആനാണ്. ഇൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്. അപ്പോൾ മഹാനായ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു പറഞ്ഞൊരു വാചകമുണ്ട്, ചരിത്രത്തിൽ വളരെ പ്രസിദ്ധമായൊരു വാചകമാണ്, കലിമത്തു ഹഖിൻ ഉരീദ ബിഹൽ ബാത്തിൽ. ആ ഓതിയ ആയത്ത് ശരിയാണ്, വാചകം ശരിയാണ്, പക്ഷെ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് തെറ്റായ വ്യാഖ്യാനങ്ങളാണ്. അപ്പോൾ ആരുടെ വ്യാഖ്യാനമാണ് ശരി? സഹാബത്തിൻ്റെ വ്യാഖ്യാനം. അതുകൊണ്ടാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ അദ്ദേഹത്തിൻ്റെ ഉസൂലുസുന്ന എന്ന് പറയുന്ന ചരിത്രത്തിൽ വളരെ പ്രസിദ്ധമായ സലഫി അഖീദ അല്ലെങ്കിൽ അഹ്ലുസുന്നയുടെ അഖീദ പഠിപ്പിക്കുന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയാണ്, ഉസൂലുസുന്നത്ത് ഇൻദന. ആ കിതാബിൻ്റെ തുടക്കം തന്നെ അങ്ങനെ, ദീനിൻ്റെ അസലുകൾ നമ്മുടെ അടുക്കൽ എന്ന് പറഞ്ഞാൽ അഹ്ലുസുന്നയുടെ അടുക്കൽ എന്താണ്? അത്തമസ്സുക്കു ബിമാ കാന അലൈഹി അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൽ ഇഖ്തിദാഉ ബിഹിം. പ്രവാചകൻ്റെ സഹാബത്ത് ഏതൊരു കാര്യത്തിൽ ഏതൊരു നിലപാടിലുണ്ടായോ അതിന് മുറുകെ പിടിക്കുകയും വൽ ഇഖ്തിദാഉ ബിഹിം അവരെ പിൻപറ്റുകയും ചെയ്യുക, വതർക്കുൽ ബിദ്അത്തിനെ ഒഴിവാക്കുകയും ചെയ്യുക. അപ്പോൾ ഇതാണ് ദീൻ്റെ അടിസ്ഥാനം. അപ്പോൾ ഖുർആനിലുണ്ടോ സുന്നത്തിലുണ്ടോ നോക്കണം, സഹാബത്ത് മനസ്സിലാക്കിയിട്ടുണ്ടോ നോക്കണം, ബിദ്അത്താണോ നോക്കണം. അപ്പോൾ ഈ ഒരു അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് നമ്മൾ നബിദിനത്തെ ഈ പറയപ്പെടുന്നൊരു ആമുഖത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഏത് ദീൻ്റെ കാര്യങ്ങൾ നോക്കട്ടെ. ഇപ്പോൾ നിസ്കാരം എടുക്കുക, ഖുർആനിലുണ്ടോ നോക്കണം, ഉണ്ട്, സുന്നത്തിലുണ്ടോ ഉണ്ട്, നോമ്പെടുക്കുക, ഏത് ഇബാദത്തുകൾ, പെരുന്നാൾ നിസ്കാരമാണെങ്കിലും സുന്നത്ത് നിസ്കാരങ്ങളാണെങ്കിലും എത്രത്തോളം വെച്ചാൽ ഒരു തുമ്മിക്കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന അൽഹംദുലില്ലാഹ് എന്ന് പറയുന്ന ദിക്ർ പോലും ഈ ബേസിൽ നിന്നിട്ടാണ് നോക്കേണ്ടത്. ഈ തറയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ദീനിനെ പഠിക്കേണ്ടത്. അതുകൊണ്ടാണ് സാധാരണ പണ്ഡിതന്മാർ പറയാറുള്ളത്, വക്കുല്ലു ഖൈരിൻ ഫി ഇത്തിബാഇ മൻ സലഫ് വക്കുല്ലു ശർരിൻ ഫി ഇബ്തിദാഇ മൻ ഖലഫ്. എല്ലാ ഖൈറുകളും ദീൻ്റെ എല്ലാ ഖൈറും കിട്ടണമെങ്കിൽ നിങ്ങളുടെ സലഫുകളെയാണ് പിൻപറ്റേണ്ടത്, മുൻഗാമികൾ, സഹാബത്തിനെ, താബഈങ്ങൾ.
അതേപോലെ തന്നെ ഷർറ് എവിടെ ഉണ്ടാകുക? ഈ പറയപ്പെടുന്ന ഖലഫിലാണ് ഉണ്ടാകുക. പിൽക്കാലഘട്ടത്തിൽ ദീനിൻ്റെ ഖൈറുകൾ കുറഞ്ഞു വരുമ്പോൾ അവിടെ ഇഖ്തിലാഫുകൾ ഉണ്ടാകും, ഭിന്നിപ്പുകൾ ഉണ്ടാകും, ഖൈർ കുറഞ്ഞു വരും. മഹാനായ അബ്ദുല്ലാഹി മുബാറക് അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്. കാരണം ഈ ദീനിനെ ഫസാദാക്കിയത് 2 ടീമാണ്. ദീനിൻ്റെ ബിദഅത്തുകൾ കൊണ്ട് ഫസാദാക്കി. വഹൽ അഫ്സദുദ്ദീൻ ഇല്ലൽ മുലൂക്കു വഹ്ബാർ റസൂഹിം വറഹ്ബാനുഹ. യഥാർത്ഥത്തിൽ ഈ ദീനിനെ ഇങ്ങനെ കുട്ടിച്ചോറാക്കിയത് ഒന്ന് മോശപ്പെട്ട ഭരണാധികാരികളും അതുപോലെ തന്നെ മോശപ്പെട്ട പണ്ഡിതന്മാരാണ്. ഇത് കൂടി ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ നബിദിനത്തിലേക്ക് വരിക. ഇപ്പോൾ ഇവിടെ തർക്കപ്പെടുന്ന മാസം കണ്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. റബീഉൽ അവ്വൽ മാസം വരാൻ പോകണം. സ്വാഭാവിക റബീഉൽ അവ്വൽ മാസം വന്നു കഴിഞ്ഞാൽ പിന്നെ ബിദഅത്തിൻ്റെ ഘോഷയാത്രയാണ്. അപ്പോൾ അവിടെ നമ്മൾ ഞാൻ പറഞ്ഞത് എൻ്റെ സമസ്തക്കാരോട് നിങ്ങളൊന്ന് ചിന്തിക്കുക. നിങ്ങൾ ആഘോഷിക്കേണ്ട അവിടെ ആഘോഷിച്ച, പക്ഷേ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നിങ്ങൾ. ഇത് നമ്മൾ പറഞ്ഞു, ഒന്ന് ഖുർആനിലുണ്ടോ നോക്കണം. അവിടെ നമ്മൾ നോക്കുമ്പോൾ എന്താ വെച്ചാൽ വിശുദ്ധ ഖുർആനിൽ നബി സല്ലല്ലാഹു ഈ പ്രവാചകൻ്റെ ജന്മദിനം ആഘോഷിക്കാൻ ഖുർആനിൽ ഏതായാലും തെളിവില്ല. തെളിവില്ല എന്നിപ്പോൾ നമ്മൾ പറയണ്ട, നിങ്ങൾ പരിശോധിച്ചോളി. കാരണം ഖുർആനിൽ തെളിവുണ്ടെങ്കിൽ അത് ആദ്യം മനസ്സിലാകേണ്ടത് ആർക്കാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കല്ലേ? നേരത്തെ പറഞ്ഞ സഹാബത്തിനല്ലേ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഘോഷിച്ചിട്ടില്ല എന്നുള്ള സമസ്തക്ക് വാദമില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറയുന്നത് പോലെ ആഘോഷമായി ഈദായി ഈദ് മീലാദുൻ നബി പ്രവാചകൻ ആഘോഷിച്ചിട്ടില്ല. അപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് ഖുർആനില്ല. സഹാബത്ത് ആഘോഷിച്ചിട്ടില്ല. അപ്പോൾ സഹാബത്ത് മനസ്സിലാക്കിയ ഖുർആനിലതില്ല. പിന്നെ ഈ ഖുർആനെ വിശദീകരിച്ചിട്ടുള്ള മുൻഗാമികളായി ഒരുപാട് മുഫസ്സിരീങ്ങളുണ്ട്. അപ്പോൾ ഈ ഖുർആനിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ തഫ്സീറിൽ എവിടെയെങ്കിലും ഒന്ന് വരുമല്ലോ. ഇപ്പോൾ ഇമാം മുജാഹിദിൻ്റെ തഫ്സീറുകൾ കാണാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മുഫസ്സിറാണ്. അല്ലാഹു ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉണ്ട്. അതുപോലെ തന്നെ മുൻഗാമികളെ ഇമാം തൊബരി അങ്ങനെ ഒരുപാട് തഫ്സീറുകൾ ആദ്യകാലഘട്ടത്തിൽ, ഞാൻ ഈ പിൽക്കാലഘട്ടത്തിൽ വന്ന സൂഫികളുടെ ആധിക്യത്തിന് ശേഷം വന്ന തഫ്സീറെല്ലാം ഉദ്ദേശിച്ച് മുൻഗാമികൾ, അവരാണല്ലോ ഇസ്ലാമിൻ്റെ ഏറ്റവും ഖാലിസായിട്ടുള്ള ദീന് സ്വീകരിച്ച ആളുകൾ. അപ്പോൾ അവരുടെ തഫ്സീറുകൾ എവിടെയില്ല. അപ്പോൾ ഒരു കാര്യം ഉറപ്പായി, ഖുർആനിൽ ഇല്ല. ഇനി നമ്മൾ നോക്കേണ്ടത് റസൂലുള്ളാഹിൻ്റെ സുന്നത്തിലുണ്ടോയെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു ഹദീസിലും നിങ്ങൾ എൻ്റെ ജന്മദിനം ആഘോഷിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. ഉണ്ടെന്നാർക്കും തെളിവ്. ഇതൊക്കെ ആർക്കും തർക്കമില്ലാത്ത കാര്യമാണ്. അതേപോലെ തന്നെ ഈ പ്രവാചകൻ്റെ ഹദീസുകൾ ക്രോഡീകരിച്ചിട്ടുള്ള ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളുണ്ട്. കുത്തുബുസ്സത്ത് അടക്കമുള്ള, കുത്തുബുത്ത് അടക്കമുള്ള, മുവത്ത അടക്കമുള്ള, അതുപോലെ തന്നെ മുഅ്ജമുകൾ, തബറാനി, മുസ്നദുകൾ, നൂറുകണക്കിന് മുസ്നദുകളുണ്ട്. ഇതിൽ എവിടെയും അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ ജന്മദിനം എന്ന് പറയുന്ന ഈദ് മീലാദുൻ നബി എന്ന് പറയുന്നൊരു അധ്യായം ഇല്ല. ഇത് ലോകത്ത് തർക്കമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഹദീസുകളില്ല. ഇനി നമുക്ക് നോക്കട്ടെ മുഹദ്ദിസീങ്ങൾ. ഈ ഹദീസ് ഗ്രന്ഥങ്ങൾ രൂപത്തിലാക്കിയ മുഹദ്ദിസീങ്ങളുണ്ടല്ലോ. ഇമാം ബുഖാരി, ഇമാം മുസ്ലിം, അബൂ ദാവൂദ്, നസായി, തിർമിദി, അതുപോലെ തന്നെ ഇമാം മാലിക്, അതുപോലെ തന്നെ അബൂ യഅല എന്ന് പറയുന്ന ഒരുപാട് മുഹദ്ദിസീങ്ങളുണ്ട്. ഈ മുഹദ്ദിസീങ്ങൾ ആരെങ്കിലും ആഘോഷിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. 4 മദ്ഹബിൻ്റെ ഇമാങ്ങളുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഈ ഖുർആനിലുള്ള സുന്നത്തിലുള്ള സഹാബത്ത് മനസ്സിലാക്കിയിട്ടില്ല. ഇനി സഹാബത്ത് ഈ ഒരു പറയപ്പെടുന്ന കാര്യം ദീനുണ്ടെങ്കിൽ, നമുക്കറിയാം പ്രവാചകൻ്റെ സഹാബത്ത് എന്ന് പറഞ്ഞാൽ ദീന് ആചരിക്കാനും പ്രവാചകൻ്റെ ഒരു ചെറിയ കൽപ്പന പോലും പെട്ടെന്ന് തന്നെ അത് ചിന്തിക്കുക പോലുമില്ല. അപ്പോൾ നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ 16 മാസക്കാലം ബൈത്തുൽ മഖ്ദിസ് നിസ്കരിച്ചു. അപ്പോൾ പ്രവാചകൻ്റെ കൂടെ നിസ്കരിച്ച ഒരു സഹാബി ഒരു പള്ളിൻ്റെ അടുത്ത് പോയപ്പോൾ അവർ ബൈത്തുൽ മഖ്ദിസ് നിസ്കരിക്കുന്നത് അസ്ർസ്കാരം. അപ്പോൾ ആ നിസ്കരിച്ചപ്പോൾ ഇത് സഹാബി കണ്ടപ്പോൾ പറയാണ്, അപ്പോൾ ഞാൻ പ്രവാചകൻ്റെ കൂടെ നിസ്കരിച്ചിട്ടാണ് വരുന്നത്, ഖിബല മാറിയിട്ടുണ്ട്. അവർ നിസ്കരിച്ച നിസ്കാരത്തിൽ തന്നെ ഖിബല മാറാണ്. ബുഖാരി ഹദീസിൽ കാണാം. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, നിസ്കാരം കഴിയട്ടെ എന്നൊന്നുമില്ല. അപ്പോൾ അത്രയും പ്രവാചകൻ്റെ കൽപ്പനകളെ ശിരസ വഹിക്കാൻ അവർ സന്നദ്ധരായിരുന്നു. പക്ഷേ എന്നിട്ടും അവർ പ്രവാചകൻ്റെ ജന്മദിനം ആഘോഷിച്ചിട്ടില്ല. ഇതൊക്കെ ഇന്ന് ശരിക്കും മനസ്സിലാക്കി ചിന്തിച്ചാൽ ആർക്കും കഴിയുന്ന കാര്യം. പിന്നെ ഇത് ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കല്ലോ, ദീനിൽ ബിദ്അത്ത് ഉണ്ടാകൂല്ലേ? അപ്പോൾ സമസ്തക്ക് മുജാഹിദ് തർക്കമില്ലല്ലോ. ദീനിൽ ബിദ്അത്ത് ഉണ്ടാകൂല്ലേ? ഉണ്ടാവും. കാരണം അതുകൊണ്ടാണല്ലോ കുല്ലു ബിദ്അത്തുൻ ദലാല, നിങ്ങൾ ബിദ്അത്ത് ഒഴിവാക്കണക്കിൻ്റെ വിശ്വാസം പഠിപ്പിച്ച്. അപ്പോൾ ഈ മൗലിദാഘോഷം അത് ബിദ്അത്താണ് എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഫാക്കിഹാനി അദ്ദേഹത്തിൻ്റെ ഈ മൗലിദുമായി കൊണ്ട് ബന്ധപ്പെട്ട് പറയുന്ന കിതാബിൽ
അദ്ദേഹം പറയാണ് ഫഖദ് തഖറ സുആലു ജമാഅത്തി മിനൽ മുബാറക്കീന അനിൽ ഇജ്തിമാഇ അല്ലദി യഅമലുഹു ബഅദു നാസി ഫീ ശഹ്ർ റബീഉൽ അവ്വൽ വയസമ്മുനഹുൽ മൗലിദ്. ഈ മൗലിദ് എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾ ഈ റബീഉൽ അവ്വൽ മാസത്തിൽ എല്ലാവരും ഒരുമിച്ച് കൂടി പിന്നെ അതിനെപ്പറ്റി ചില ആളുകൾ, നല്ല പ്രസിദ്ധരായിട്ടുള്ള ചില ആളുകൾ എന്നോട് ചോദിച്ചു. എന്താ ചോദ്യം? വഹൽ ലഹു അസ്ലുൻ ഫി ശർഇ ഔ ഹു ബിദ്അത്തുൻ വഹദസ ഫിദ്ദീൻ. ഇത് ബിദ്അത്താണോ അതല്ല ദീൻ പുതുതായിക്കൊണ്ടുണ്ടാക്കിയ കാര്യമാണ്? അദ്ദേഹം പറയാണ് ഫഖുൽതു ബില്ലാഹി തൗഫീഖ് ലാ അഅലമു ലിഹാദൽ മൗലിദി അസ്ലൻ ഫി കിതാബിൻ. അള്ളാഹിൻ്റെ കിതാബിലില്ല, വലാ സുന്നത്തിലില്ല, വലാ യുൻഖലു അമലുഹു അൻ അഹദി മിൻ ഉലമാഇൽ ഉമ്മ. ഈ ഉമ്മത്തിൻ്റെ പണ്ഡിതന്മാരായിക്കൊണ്ട് മുൻഗാമികളായി അറിയപ്പെട്ട ആരെന്നും ഉദ്ധരിക്കപ്പെടുന്നുമില്ല. അല്ലദീന ഹും അൽ ഖുദ്വത്തു ഫിദ്ദീൻ അൽ മുതമസ്സികൂന ബി ആസാരിൽ മുതഖദ്ദിമീൻ. അപ്പോൾ ഖുർആനിലില്ല, സുന്നത്തിലില്ല, മുൻഗാമികൾ ചെയ്തിട്ടില്ല. ഇതിപ്പോൾ മുജാഹിദികൾ 100 വർഷമായിട്ട് പറഞ്ഞതല്ല. ഇദ്ദേഹം പിന്നെ ഫാക്കിഹാനി യഥാർത്ഥത്തിൽ അദ്ദേഹം മരണപ്പെടുന്നത് ഹിജറ ഏകദേശം 731 8-ാം നൂറ്റാണ്ട് ജീവിച്ച ആളാണ്. എന്നിട്ട് ഞാൻ പറയാം ബൽ ഹോ ബിദ്അത്തുൻ, ഇത് ബിദ്അത്താണ്. അപ്പോൾ ഇത് ബിദ്അത്താണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദീനിൽ ബിദ്അത്ത് ഉണ്ടാകും എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. ആ ബിദ്അത്തിൽപ്പെട്ടതാണ് ഈ മൗലിദാഘോഷം എന്ന് പണ്ഡിതന്മാരും പറഞ്ഞു. അപ്പോൾ ഖുർആനിലില്ല, സുന്നത്തിലില്ല, ഹദീസിലില്ല, സഹാബത്ത് ചെയ്തിട്ടില്ല, ഇമാമിങ്ങൾക്ക് പരിചയമില്ല, മുഹദ്ദിസീങ്ങളില്ല, ആർക്കും പരിചയമില്ല. പ്രവാചകൻ പറയാണ് ദീൻ ബിദ്അത്ത് ഉണ്ടാകും, സൂക്ഷിക്കണം, അത് ബിദ്അത്താന്ന് ഫാക്കിഹാനിയെ പോലെയുള്ള. മാത്രമല്ല ഇബ്ൻ ഹജർ അടക്കമുള്ള ആളുകൾ അസ്ലമൽ മൗലി ബിദ്അത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ അസ്ലി ബിദ്അത്താണ്. അപ്പോൾ ഇത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. ഇനിയിപ്പോൾ നമ്മൾ പിന്നെ ഒരു കാര്യം കൂടി ഇതിൽ സൂചിപ്പിക്കുകയാണെന്ന് വെച്ചാൽ, ഇനി ഈ പറയുന്ന കാര്യത്തിന് തെളിവായിക്കൊണ്ട് ഉദ്ധരിക്കപ്പെടുന്ന കാര്യങ്ങൾ പരിശോധിച്ചാൽ മാത്രം മതി ഇതിൻ്റെ ദൗർബല്യം മനസ്സിലാക്കാൻ. കാരണം ഇപ്പോൾ നമുക്കറിയാം ഇസ്ലാമിൽ പെരുന്നാളാഘോഷമുണ്ട്. അതിന് തെളിവെടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും കിതാബുൽ ഐദൈൻ ബുഖാരിയിലുണ്ട്, മുസ്ലിമിലുണ്ട്, അബൂദാവൂദ്, നസൈലുണ്ട്, ഒക്കെ ഉണ്ട്. ജുമസ്കാരം തെളിവ് ഖുർആനിലുണ്ട്, സുന്നത്തിലുണ്ട്, വ്യക്തമാണ്, സൂര്യപ്രകാശം പോലെ വ്യക്തമാണ്. പക്ഷേ ഇത്രയും വലിയൊരു ആഘോഷം ഉണ്ടായിട്ട് എന്നാൽ ഇങ്ങനെ ഒരു പിന്നെ ഇവിടെ തെളിവ് കാണിച്ചു കൊടുക്കാൻ കഴിയണില്ല. പല ആളുകളും പല രൂപത്തിലാണ് പറഞ്ഞത്. അതിലിപ്പോൾ പിന്നെ ഒരു തെളിവ് എന്താ വെച്ചാൽ, ഇപ്പോൾ ആ തെളിവിൻ്റെ ദൗർബല്യം നോക്കിക്കുക. ഇപ്പോൾ സൂറത്ത് യൂനുസിലായത്ത് ഹുബിദാലിക ഫല്ലഫറോ ഈ ആയത്താണ് സാധാരണ തെളിവ് ഉദ്ധരിക്കുക. ഈ തെളിവ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ആയത്ത് നബിദിനത്തിന് തെളിവാണെങ്കിൽ ഇത് ആദ്യം മനസ്സിലാക്കേണ്ട ആരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ, സഹാബത്തല്ലേ. ആ 10 ആയത്ത് ഞങ്ങൾ പഠിച്ച് അത് അമലാക്കിയിട്ടല്ലാതെ അടുത്ത 10 ആയത്ത് പഠിക്കൂല എന്നുള്ള സഹാബത്തിനെ പറ്റി അവർ പറഞ്ഞ്. അപ്പോൾ ഫബിദാലിക ഫല്ലഫറഹുൽ പഠിച്ചിട്ടുണ്ടല്ലോ, പഠിച്ചിട്ടുണ്ടെങ്കിൽ അമലാക്കിയിട്ടില്ല, നബിദിനെ പോലെ ആഘോഷിച്ചിട്ടില്ലല്ലോ. അപ്പോൾ പിന്നെ എന്തായി? ഖവാരിജിങ്ങളോട് പറഞ്ഞ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞ വാചകോട് നമുക്ക് പറയാനുള്ളത് കലിമത്തു ഹഖിൻ ഉരീദ ബിഹൽ ബാത്തിൽ. അപ്പോൾ നിങ്ങൾ പറഞ്ഞ ആയത്ത് ഫബിദാലിക ഫല്ലഫറഹു ഖുർആനിലുണ്ട്, പക്ഷെ നിങ്ങൾ ഉദ്ദേശിച്ച ആശയം നബിദിനം എന്നുള്ളത് ബാത്തിലായ ആശയമാണ്. പിന്നെ ഹദീസിലുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസിലില്ല. പിന്നെ ഹദീസ് ഉദ്ധരിക്കൽ എന്താ വെച്ചാൽ പിന്നെ എന്താണ്, തിങ്കളാഴ്ച നോമ്പ് പറ്റൂ, ഇതാണ് ഇപ്പോൾ ഒരു ഹദീസ് ഉദ്ധരിക്കുക. തിങ്കളാഴ്ച നോമ്പ് പറ്റുന്നുള്ള എന്തിനാ തെളിവ്? തിങ്കളാഴ്ച നോമ്പ് വിൽക്കണം, അന്ന് പെരുന്നാളാക്കാൻ പാടില്ല, അന്ന് പ്രത്യേകമായിക്കൊണ്ട് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസമാണ്, അന്ന് ഈദാക്കാൻ പാടില്ല എന്നുള്ളതാണ് എന്ന് മനസ്സിലാക്കുക. കാരണം നോമ്പ് ശർആക്കപ്പെട്ടൊരു ദിവസത്തിൽ പിന്നെ ഈദ് ഉണ്ടാവില്ല. കാരണം ഈദുള്ളത് നോമ്പില്ലല്ലോ. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ അന്ന് നബിദിനം ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ളതിന് കൂടി തെളിവാണ് യഥാർത്ഥത്തിൽ തിങ്കളാഴ്ചത്തെ. അപ്പോൾ ആ തെളിവിൻ്റെ അത്രേ ഉള്ളൂ. പിന്നെ സുയൂത്തിയൊക്കെ പറഞ്ഞൊരു തെളിവാണ് എന്താ വെച്ചാൽ അക്ക അൻ നഫ്സിഹി എന്നുള്ള ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ പിന്നെ നുബുവത്തിന് ശേഷം തനിക്ക് വേണ്ടി അഖീഖർത്തു. അപ്പോൾ അഖീഖർത്തു എന്നുള്ളത് എന്താ? അഖീഖത്ത് എന്ന് അറക്കുക 7-ാമത്തെ ദിവസമാണ്. 7-ാമത്തെ ദിവസം അറുത്തിട്ടില്ലെങ്കിൽ അത് കൊല്ലത്തിൽ ഒറ്റ അക്കീക്കുള്ളൂ. എല്ലാ കൊല്ലം അക്കീക്കറക്കലില്ല, എല്ലാ കൊല്ലം അക്കീക്കുണ്ടോ? ഒറ്റ ജീവിതത്തിൽ ഒറ്റ പ്രാവശ്യമുള്ളൂ. ഇനി അതിൽ തന്നെ ആ ഹദീസ് അക്കാൻ നഫ്സി എന്ന ഹദീസിനെ സംബന്ധിച്ച് തന്നെ ഷാഫി മദ്ഹബിലെ പ്രഗത്ഭനായ പണ്ഡിതൻ ഇമാം നവവി പറഞ്ഞ എന്താ? വഅമ്മൽ ഹദീസു അല്ലദീ ദക്കറഹു ഫീ അഖിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഫ്സി ഫറവഹുൽ ബൈഹഖി ബി ഇസ്നാദിൻ അൻ അബ്ദുല്ലാഹി ബിൻ മുഹറർ അൻ ഖതാദ അൻ അനസിൻ അൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഖൻ നഫ്സി ബഅദ അൻ-നബുവ വഹാദ ഹദീസുൻ ബാത്തിലുൻ. അപ്പം നബിദിനത്തിന് വലിയ തെളിവായി ഇമാം സുയൂത്തിയൊക്കെ കൊണ്ടുവന്ന ഹദീസ് അത് ബാത്തിലാണ്. ആര് പറഞ്ഞു? ഒന്ന് ഇമാം നവവി പറഞ്ഞു, ഇത് പിന്നെ നവവി പറഞ്ഞു. എന്നിട്ട് ഖാൽ ബൈഹഖി പറഞ്ഞു ഹുവ ഹദീസുൻ മുൻകർ, ബൈഹഖി പറഞ്ഞു.
പിന്നെ ഈ ഹൈസ്നാദ് വറവൽ ബൈഹഖി ബിസ്നാദി അൻ അബ്ദുർ റസാഖ് ഖാല ഇന്നമ തറക്കു അബ്ദുല്ലാഹി ബിൻ മുഹർ ബിസബി ഹദൽ ഹദീസി. ഈ ഹദീസിൽ അബ്ദുല്ലാഹി ബിൻ മുഹർ എന്നുള്ള ആളുള്ളത് കൊണ്ട് ഈ പിന്നെ അദ്ദേഹത്തിൻ്റെ ആളുകൾ ഒഴിവാക്കിയിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹം പറയാണ് പിന്നെ ഖതാദയിൽ നിന്ന് വേറെ വജഹിലൂടെ ഈ ഹദീസ് ഉദ്ധരിക്കപ്പെടുന്നുണ്ട്. എന്നാൽ അതും ലൈസ ബിഷൈൻ വഹുവ ഹദീസും ബാത്തിലുൻ വ അബ്ദുല്ലാഹി മുഹർ ദഈഫുൻ മുത്തഫഖുൻ അലാ ദഅഫിഹി, ഒരു തർക്കില്ല. ഇനി ഖാൽ ഹാഫിദ് ഇമാം ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി പറയാണ് ഹുവ മത്രൂക്കുൻ, അദ്ദേഹം തള്ളപ്പെടേണ്ടതാണ്. അപ്പോൾ ആ തെളിവും യഥാർത്ഥത്തിലില്ല. പിന്നെ പാകളുള്ള തെളിവ് ആരാച്ചാൽ അബൂലഹബാണ്. അബൂലഹബിന് നരകത്തിൽ പിന്നെ കിട്ടുന്നുണ്ട്. അതിൽ തന്നെ ഈ ബുഖാരി ഉള്ള ഒരുപാട് കളവുകൾ കൂട്ടിക്കേർത്തി തിങ്കളാഴ്ച ദിവസം എന്നുണ്ട്. അതുപോലെ തന്നെ നബീനെ പിന്നെ നബീൻ്റെ എൻ്റെ സന്തോഷിച്ചതൊന്നും ബുഖാരിലൊന്നുമില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഖുറാനിലില്ല, സുന്നത്തിലില്ല, സഹാബത്ത് ചെയ്തിട്ടില്ല, ഇമാമിങ്ങൾക്ക് പരിചയമില്ല, പിന്നെ ഇപ്പോൾ ആരെയാണ് ഇപ്പോൾ വലിയ തെളിവുള്ളത്? അബൂലഹബ്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾക്കുണ്ട്. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഒറ്റ കാര്യം കൂടി പറയണമെന്ന് വെച്ചാൽ, പിന്നെ ഇതുണ്ടാക്കിയ ഷിയാക്കൾ, അതിൽ തർക്കമുള്ള വിഷയമല്ല. പിന്നെ ഒറ്റ കാര്യം നമ്മൾ ചിന്തിക്കുക. ഇപ്പം നമ്മൾ നിസ്കരിക്കാൻ ഞാൻ അള്ളാഹ് ചോദിക്കുമല്ലേ? ചോദിക്കും. നോമ്പ് വിൽക്കാൻ ഞാൻ അള്ളാഹ് ചോദിക്കുമല്ലേ? ചോദിക്കും. അതുപോലെ തന്നെ ഹജ്ജ് ചെയ്യാൻ ചോദിക്കും. ഇന്ന് ഒരാൾ നബിദിനം ആഘോഷിച്ചില്ല, ഇത് അള്ളാഹിൻ്റെ അടുക്ക ചോദ്യം ഉണ്ടാവില്ലേ? അത് ചിന്തിച്ചാൽ മതി. അപ്പോൾ ഈ ചോദ്യം ഉണ്ടാകുമെങ്കിൽ ഈ ചോദ്യം ആരോടായിരിക്കും ആദ്യം ചോദിക്കുക? നബിസ്വല്ലാസ്ലമടയ്ക്കും. അല്ലെങ്കിൽ നിങ്ങളെന്തെങ്കിലും നബിദിനം ആഘോഷിക്കാൻ അബൂബക്കർ സിദ്ദീഖിനോട് ചോദിക്കും, ഉമർ ഇബ്നു ഖത്താബിനോട് ചോദിക്കും. അപ്പോൾ അവരെന്തായിരിക്കും മറുപടി അറിയാം? ആ മറുപടി തന്നെ നമുക്ക് പറഞ്ഞു. മനസ്സിലല്ലേ? കാരണം പ്രവാചകനും സഹാബത്തിനും പരിചയമില്ലാത്തൊരു ദീന് ഈ പുതുതായിക്കൊണ്ട് ഉണ്ടാക്കിയിട്ട് പിന്നെ എന്ത് പ്രമാണത്തിൻ്റെ പിന്നെ വലുതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ പ്രമാണമൊക്കെ കണ്ടോലെ തന്നെയാണ് പ്രവാചകനും സഹാബത്തൊക്കെ. എന്നിട്ടും അവർ നബിദിനം ആഘോഷിച്ചിട്ടില്ലെങ്കിൽ അതാണ് നമ്മുടെ പ്രമാണം. മനസ്സിലല്ലേ? അപ്പം അതുകൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു ചോദ്യം ഉണ്ടാവുകയില്ലെന്ന കാര്യം ഉറപ്പാണ്. എന്തിൻ്റെ വിഷയത്തിൽ? നീ എന്തുകൊണ്ട് നബിദിനം ആഘോഷിച്ചില്ല? പക്ഷെ ആഘോഷിച്ചാൽ ചോദ്യം ഉണ്ടാവും. നബി ആഘോഷിക്കാൻ എവിടുന്ന് കിട്ടി? ഷിയാക്കൾ കൊണ്ടുവന്ന് നീ എന്തുകൊണ്ട് ആഘോഷിച്ചു? അപ്പോൾ ബുദ്ധിയുള്ളവൻ എന്താ മനസ്സിലാക്കണ്ടേ? ചോറുന്നവൻ എന്ത് മനസ്സിലാക്കണം? പ്രവാചകൻ ആഘോഷിച്ച് റസൂലുള്ളാഹിനോട് ഏതായാലും ഈ ചോദ്യം ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് എന്നോടും എനിക്കും രക്ഷപ്പെടാം. കാരണം നബിനോട് അല്ലെങ്കിൽ സഹാബത്തിനോട് ചോദിക്കാത്ത ചോദ്യം എന്നോട് ദീൻ്റെ വിഷയത്തിൽ ചോദിക്കില്ലല്ലോ. നിസ്കാരം ചോദിക്കും, ഹജ്ജ് ചോദിക്കും, നോമ്പ് ചോദിക്കും, ജുമൊക്കെ ചോദിക്കും, എല്ലാം ചോദിക്കും. പക്ഷേ എന്തുകൊണ്ട് നബിദിനം ആഘോഷിച്ചില്ല ചോദ്യം വരില്ല. അതുകൊണ്ട് അത് വിചാരിച്ച് ബേജാറാണ്ട. പക്ഷെ കഴിച്ചാൽ ചോദ്യം ഉണ്ടാവും. അതുകൊണ്ട് ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ ഖുർആൻ കഴിയൂല, ഹദീസിന് കഴിയൂല, സഹാബത്തിൻ്റെ കൗലുകൊണ്ടല്ല, ആരെ കൊണ്ട് കഴിയില്ല. പിന്നെ കുറച്ച് പിൽക്കാലക്കാരായ ഷിയാക്കളും ഇമാമിയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അബ്ദുല്ലാഹി മുബാറക്ക് പറഞ്ഞത് വഹൽ അഫ്സദുദ്ദീൻ ഇല്ലൽ മുലൂക്ക്. ഇത് കുറച്ച് ഭരണാധികാരികൾ ഇത് ഫസാദാക്കിയിട്ടുണ്ട്. അതാണ് ഇർബൽ ചക്രവർത്തിയൊക്കെ കൊണ്ടുവന്നിട്ട് ഉഷാറാക്കി കൊണ്ടുവന്ന്. കാരണം ഇപ്പോൾ ചക്രവർത്തിമാർക്ക് ഇതിൽ വേറെ താല്പര്യങ്ങളുണ്ടാവും. അതുകൊണ്ട് നമ്മൾ പരലോകം ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് യഥാർത്ഥത്തിൽ പ്രവാചക സ്നേഹം ഇല്ലാത്തല്ല. കാരണം ഇവരൊക്കെ നബിനെ സ്നേഹിച്ചവർ. നമ്മൾ നബിനെ സ്നേഹിക്കണം, എല്ലാ വക്തിലും പ്രവാചകനെ സ്നേഹിക്കണം എന്നാണ്. അപ്പോൾ നമ്മൾ താടി വളർത്തിയതും അതുപോലെ തന്നെ ധ്യാനിക്കഥ മുകൾ വസ്ത്രം ധരിക്കണമൊക്കെ റസൂലുള്ളാഹിയുടെ മഹബത്തുണ്ട്, അള്ളാഹിൻ്റെ ദീനോട് മഹബത്തുണ്ട്. അത് 24 മണിക്കൂറുണ്ട്, റബീഉൽ അവ്വൽ മാസത്തിലല്ല. അപ്പം അത് നമ്മൾ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി ഈ പറയപ്പെടുന്ന കാര്യങ്ങളൊക്കെ ചിന്തിക്കണം എന്നാണ് സമസ്തക്കാരോട് പറയാനുള്ളത്. തീർച്ചയായിട്ടും പ്രമാണങ്ങൾ അത്രയും വ്യക്തമാണ് മുസലായി. ഇങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോൾ എന്താണ് ശരിക്കും നബിയെ സ്നേഹിക്കേണ്ടത്, ഇസ്ലാമിൽ നബിയെ എങ്ങനെ നമ്മൾ സ്നേഹിക്കേണ്ടത് എന്ന് നാം വ്യക്തമാക്കേണ്ടതുണ്ട്. ഇവിടെ പിന്നെ ഒരർത്ഥത്തിൽ നമ്മൾ പറഞ്ഞാൽ ഈ പെരുന്നാളിനേക്കാളും വലിയ പ്രതീതി അനുഭവിക്കുന്ന അവസ്ഥയിലേക്ക് മുസ്ലിയാക്കന്മാർ സമൂഹത്തെ നയിക്കുന്നൊരു മാസം റബീഉൽ അവ്വൽ. കാരണം അവർ പരസ്യമായി എഴുതി ഇതുവരെ തിരുത്തിയിട്ടില്ല. നമ്മൾ ചെറുവാടി കഴിഞ്ഞ വർഷം നമ്മുടെ ചെറുവാടി സംവാദത്തിൽ ഈ വിഭാഗം സമസ്തയോട് തുറന്നെ നമ്മൾ ചോദിച്ചു, ഇത് പിന്നെ പെരുന്നാളിനേക്കാൾ വലിയ ആഘോഷം എന്നാണ് നിങ്ങൾ പറഞ്ഞത്, തെളിവെന്താണ്? കാരണം പെരുന്നാളിനേക്കാൾ വലിയൊരു ഈദാകണമെങ്കിൽ തെളിവ് വേണമല്ലോ. അപ്പോൾ ഒരു തെളിവും ആ വിഷയത്തിൽ എന്തില്ല, അവർക്ക് എടുത്തു കാണിക്കാനില്ല. ഇതിൻ്റെ ഒരു പൊലിവിന് വേണ്ടി, ഒരു പോരിശയ്ക്ക് വേണ്ടി പറഞ്ഞു പരത്തുക എന്നതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. പിന്നെ സമൂഹം പഠിപ്പിക്കപ്പെട്ടത് അല്ലെങ്കിൽ സമൂഹം ഇവരിന്ന് കേട്ടത് എന്താ വെച്ചാൽ നമുക്ക് റഹ്മത്ത് കിട്ടാനാണ്.
കാരുണ്യം കിട്ടാനാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. നമുക്ക് റഹ്മത്ത് വേണ്ടേ, അള്ളാൻ്റെ റഹ്മത്ത് വേണ്ടേ, നബിൻ്റെ ബറക്കത്ത് വേണ്ടേ, ഇങ്ങനെ പറഞ്ഞ് ജനങ്ങളെ തരിപ്പിൽ കയറ്റുന്നൊരവസ്ഥയാണ് ശരിക്ക് റബീഉൽ അവ്വൽ എത്തിയാൽ നടക്കുന്നൊരു സംഗതി. പക്ഷേ ഖുർആൻ ആവർത്തിച്ച് പറഞ്ഞ ഒരു സംഗതിയാണ് വാത്തിയുല്ലാഹ വാത്തിയുർ റസൂൽ, വാത്തിയുല്ലാഹ വർ റസൂൽ ലഅല്ലക്കും തുർഹമൂൻ. നിങ്ങൾ അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ ദൂതരെയും അനുസരിക്കുക, അതാണ് നിങ്ങൾക്ക് റഹ്മത്ത് തരിക. അപ്പോൾ അള്ളാഹുവിനെ അള്ളാഹുവിൻ്റെ ദൂതരെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ ശിരസാ വഹിക്കുക, വിലക്കപ്പെട്ട കാര്യങ്ങളെ പൂർണ്ണമായും വെടിയുക എന്നതാണ്. ബിദ്അത്ത് അത് വഴികേടാണ്, വഴികേട് നരകത്തിലേക്കാണ്. കാര്യങ്ങളിൽ ഏറ്റവും മോശം ബിദ്അത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താക്കീതാണ്, മുന്നറിയിപ്പാണ്. അപ്പോൾ ആ താക്കീദിനെ പിന്നെ നെഞ്ചേറ്റുകയും ആ താക്കീദിനെ ലാഘവത്തോടെ സ്വീകരിക്കുകയും അനുവർത്തിക്കേണ്ടത് എന്താണോ അതിനെ പൂർണ്ണമായും കൈവെടിയുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഇന്ന് സമൂഹത്തിലുള്ളത്. അപ്പോൾ റബീഉൽ അവ്വൽ മാസം വന്നാൽ മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ എല്ലാ മാസങ്ങളിലും നമ്മൾ ഇത്തിബാ ചെയ്യണം. പ്രാർത്ഥനയിലൂടെ, ദിക്റുകളിലൂടെ, അതേപോലെ സുന്നത്തുകളെ പരമാവധി എടുത്ത് ജീവിതത്തിൻ്റെ ഭാഗമാക്കി തീർത്ത് അങ്ങനെ നമ്മളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം ജീവിക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടാകേണ്ടത്. അതാണ് ഖുർആൻ പഠിപ്പിച്ചത്. നിങ്ങൾക്ക് ജീവൻ നൽകുന്ന കാര്യത്തിലേക്ക് നിങ്ങളെ വിളിച്ചാൽ ഉത്തരം കൊടുക്കുന്നതാണ്. അപ്പോൾ അനാചാരം ഒരിക്കലും നമുക്ക് ജീവൻ തരൂല. അതൊരു കൃത്രിമ ശ്വസനത്തിന് പോലും തുല്യമല്ല. നമ്മളെ യഥാർത്ഥത്തിൽ മാനസികമായി മരിപ്പിക്കുന്ന ഒരു സംഗതിയാണെന്ത് ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ. ആ ബിദ്അത്തിന് ഒരിക്കലും നമ്മൾ തലവെച്ച് കൊടുക്കാൻ പാടില്ല. പിന്നെ സ്വഹാബത്ത് ഇവിടെ ധൃതി കാണിച്ചതും ആലിസർഫ് സൂചിപ്പിച്ചു. സ്വഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാ ചെയ്യാനാണ് ധൃതി കാണിച്ചത്. അല്ലാതെ ഇങ്ങനെ അങ്ങാടിക്ക് ഇറങ്ങിയിട്ട് അല്ലെങ്കിൽ ഉക്കാലയിലോ ദുൽമജന്നിയിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കൂടിയിരുന്ന് പിന്നെ ആനന്ദിക്കുക, പാട്ടുപാടുക, തുള്ളിച്ചാടുക, അങ്ങനത്തെ പരിപാടിയല്ല അവർ കാണിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണോ അവരെ വാക്കിലൂടെ പ്രവൃത്തിയിലൂടെ പഠിപ്പിച്ചത് അത് കാണിക്കാൻ ധൃതി കാണിച്ചവരായിരുന്നു. ഇപ്പോൾ ഈ ആയത്തിനൊക്കെ സാക്ഷ്യം വഹിച്ചവരാണ് അവർ. സ്വഹാബത്തിൻ്റെ പ്രത്യേകതയിൽ നമുക്ക് കാണാം. പിന്നെ ഖുർആനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുന്ന പണ്ഡിതന്മാർ പറയുന്നു, 10 ആയത്ത് പഠിച്ചു കഴിഞ്ഞാൽ അതിനെ അമലാക്കിയിട്ട് എന്ത് ചെയ്യുള്ളൂ, അവരടുത്തേക്ക് പോകുള്ളൂ. ഇപ്പോൾ ഈ ആയത്തൊക്കെ അതിൽ പെട്ടതല്ലേ. എന്തേ ഈ ഫല്യഫ്റഹു എന്ന് കണ്ടപ്പോൾ ഒന്ന് തുള്ളിച്ചാടി, ഒന്ന് അറ്റൻഷനായി നിന്ന് അവരിങ്ങനെ വരിയായി ദഫടിച്ച് ഒരു അമൽ കാണിച്ചു തരാത്ത എന്തേ? അപ്പോൾ ആ സ്വഹാബത്ത് ഈ അമലിൽ വീഴ്ച വരുത്തിയെന്നാണോ? ഇത് ഹൈറാണെങ്കിൽ നമ്മളെക്കാൾ മുൻകടന്നവരാരായിരിക്കും? അവരാകുന്നു ഖുർആൻ ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ ആ നിലക്ക് സ്വഹാബത്ത് ധൃതി കാണിച്ചത് എന്തിലേക്കാണോ അതിലേക്ക് നമ്മൾ ധൃതി കൂട്ടണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. പിന്നെ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ഇത് തുടങ്ങിയതും ഇതിനെ തുടർന്നതും ഷിയാക്കളും സൂഫികളുമാണ് എന്ന കാര്യത്തിൽ ഇവിടുത്തെ സലഫികൾക്കും പിന്നെ ഈ ഷിയ ആശയം സ്വീകരിച്ചു പോകുന്ന സമസ്തക്കാർക്കും ഒരു തർക്കമല്ല. കാരണം അവരൊക്കെ എഴുതി വെച്ച കാര്യമാണ്. ഇതെങ്ങനെ നോക്കിയാലും ഇത് ഇവിടെ പോയിട്ട് മുട്ടുന്നുള്ളൂ എന്ന് അവരെഴുതി വെച്ചതാണ്. ഹിജറ 4-ാം തലമുറയിലാണ് ഇത് ആരംഭിക്കുന്നത്. അന്ന് പിന്നെ ഉഷാറാകാതെ പിന്നെ 7-ാം നൂറ്റാണ്ടിൽ ഇത് പിന്നെ മലിക് മുളഫർ അയാളുടെ ചില ലാഭങ്ങൾക്ക് വേണ്ടി ചെയ്ത കാര്യമാണ്. അപ്പോൾ ഇവിടെ 2 കാര്യങ്ങൾ തെളിയാണ്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ എന്നത് ഇവിടെ അംഗീകരിക്കപ്പെടുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ ഈ കാര്യത്തിൽ അഥവാ അള്ളാഹുവിൻ്റെ ദീനിൽ ചെയ്ത് കാണിക്കാത്ത ഒരു കാര്യം അത് തള്ളിക്കളയണം എന്നാണ്, സ്വീകരിക്കണം എന്നല്ല. അപ്പോൾ എന്തിനാണ് ഈ ഷിയാക്കൾ തുടങ്ങി വെച്ച സൂഫികൾ ഏറ്റി നടന്ന ഈ ആഘോഷം എന്തിനാണ് നമുക്ക്? കാരണം തള്ളിക്കളയണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനം. മാത്രവുമല്ല മൻ അഹദസ ഫീ അംറിനാ ഹാദ, ഇത് നമ്മുടെ ഈ കാര്യത്തിൽ പുതിയതായി ഉണ്ടാക്കപ്പെട്ട ഒന്ന് സ്വീകരിക്കണം എന്നല്ല, തള്ളിക്കളയണം എന്നാണ്. ഇതിപ്പോൾ താഴവൻ്റെ ഒക്കെ ബെയ്ത്തിലുള്ളതാണ്, എന്നേ വന്നു എന്നുള്ളത്. മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാണ്. ആ മുമ്പ് പറഞ്ഞ ഏതാ? സ്വഹാബത്തടക്കമുള്ള ആ ഉത്തമ തലമുറക്ക് ഇത് വശല്ല, പരിചയമല്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ 2 ഹദീസുകളും വളരെ ആശയ ഗാംഭീര്യത്തോടെ പുലർന്നു കാണുന്ന ഒരവസ്ഥ ഇത് ആഘോഷിക്കുന്നവർ തന്നെ എഴുതി വെച്ചത് കൂടി ഇതിലേക്ക് നമ്മൾ ചേർത്ത് വെക്കണം. ഒറ്റ കാര്യം കൊണ്ട് സൂചിപ്പിക്കുക. ഇനി ഇവരിപ്പോൾ ഈ കൊണ്ടു നടക്കുന്ന തെളിവുകൾ ഇവർക്ക് തന്നെ തലവേദനയാണ്. കാരണം ഇപ്പോൾ ഈ പിന്നെ സൂറത്ത് യൂനുസിലെ ആയത്ത് അതിൽ കാണാം ഹുവ ഖൈറും മിമ്മ യജ്മഉ എന്നാണ്. ഇപ്പോൾ ഖുർആനെ പറ്റിയാണല്ലോ പറഞ്ഞത്. ദുന്യാവിൽ അവർ ഒരുമിച്ച് കൂട്ടുന്ന കാര്യങ്ങളെക്കാളും ഖൈറാണെന്നാണ് ഈ ആയത്ത്. ഏത്?
ഖുർആൻ മൗലത്തായി സ്വീകരിച്ചാൽ ഖുർആൻ കൊണ്ട് സന്തോഷിക്കുക, ഇസ്ലാമിനെ കൊണ്ട് സന്തോഷിക്കുക എന്നുള്ളത്. ഇതിൻ്റെയൊക്കെ വിശകലനത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞു ദുന്യാവിൻ്റെ സീനത്ത്, ദുന്യാവിൻ്റെ മത്താഴ്, ഇത് ദുന്യാവിൻ്റെ ലദ്ദത്ത് വരെ പറയുന്നുണ്ട്. ഇപ്പോൾ ഈ റബീഉൽ അവ്വൽ വന്നാൽ ദുന്യാവിന് വേണ്ടിയുള്ള ലദ്ദത്ത് മാത്രമല്ലേ, ആകെ തുള്ളിച്ചാടി ആർത്തട്ടഹസിച്ച് വെറും ദുന്യാവിൻ്റെ ലദ്ദത്താണ്. അപ്പോൾ അതിനേക്കാൾ നല്ലത് നിങ്ങൾക്ക് എന്താണ്? ഖുർആൻ ഓതി ഇസ്ലാമിനെ ഉൾക്കൊണ്ട് പോകലാണെന്ന്. അപ്പോൾ ഈ ആയത്ത് അവർക്ക് തലവേദനയാവും. 2, അക്കാൻ നഫ്സിഹ് എന്നുള്ളത് സ്വഹീ ആണെങ്കിൽ തന്നെ കൊല്ലം മുസ്ലിയാക്കന്മാർ എന്ത് ചെയ്യണം? അക്കീക്കറുക്കണം. കാരണം അക്കീക്കറുക്കലാണല്ലോ ആഘോഷം. ഇനി ലൈഫാണെങ്കിൽ ദുർബലമായ ഒരു ഹദീസ് കൊണ്ട് ഒരു ഹുക്കും സ്ഥാപിക്കേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ ഗതികേട് ഇസ്ലാമിനില്ല. അപ്പോൾ ആ നിരക്ക് തലവേദന. ഇനി നോമ്പിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞു. നോമ്പാണ് ഇവിടെ. അപ്പോൾ തിങ്കളാഴ്ച നോമ്പെടുക്കേണ്ടത്, അല്ലാതെ പിന്നെ മധുരം വിതരണം ചെയ്തുകൊണ്ട് പിന്നെ പകല് തിന്നു കുടിച്ച് നടക്കുകയല്ല. അപ്പോൾ അത് അവർക്ക് എതിരാണ്. പിന്നെ അബൂലഹബാണ്. കാരണം തബ്ബത്തിയത് പിന്നെ അബൂലഹബിനെ അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്ന ആ ആയത്തോടു കൂടി ഇതവർക്ക് ഒരു തലവേദനയാണ്. കാരണം ശപിക്കപ്പെട്ട ഒരുത്തനെ തെളിവാക്കിയിട്ടാണ് ഒരു ഇബാദത്തിന് ഇവർ മുന്നിട്ടിറങ്ങുന്നത്. പിന്നെ നിഅമത്തുൽ കുബ്ര എന്ന് പറഞ്ഞ ഒരു പുസ്തകം ഇപ്പോൾ കാണാൻ തന്നെയല്ല. കാരണം പേരോട് മുസ്ലിയാരടക്കം എന്ത് ചെയ്തു? അങ്ങനത്തെ ഒരു പുസ്തകം തന്നെ ഇബ്നു ഹജർ ഹൈതമിക്ക് ഇല്ലയെന്ന് പരസ്യമായിട്ട് പ്രസംഗിച്ചു. ആ പുസ്തകത്തിൽ നിന്നാണ് 4 ഖുലഫായിൻ്റെ പേരിലും പെരും കളവ് ഇവർ സമൂഹത്തെ കേൾപ്പിച്ചത്. എല്ലാ പള്ളികളുടെ മുമ്പിലും വലിയ ഫ്ലക്സൊക്കെ വെച്ചിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു അങ്ങനെ ചെയ്തു, ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ചെയ്തു, ഉഹുദ് മലയോളം ചെലവഴിച്ചെന്നൊക്കെ പറഞ്ഞാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ദുരവസ്ഥ കൂടി ഇതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ ഇപ്പോൾ അനുഭവിക്കുന്നു. ഏതായിരുന്നാലും ബിദ്അത്ത് കൊണ്ട് ജീവിക്കേണ്ട ഒരു ഗതികേട് അഹ്ലുസുന്ന വൽ ജമാഅയുടെ വക്താക്കൾക്കില്ല. അതുകൊണ്ട് സുന്നത്ത് അനുധാവനം ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിച്ച് അവിടുന്ന് അധ്യാപനങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുക എന്നതാണ് യഥാർത്ഥ പ്രവാചക സ്നേഹം. കാര്യങ്ങൾ വളരെ കൃത്യമാണ്. ഇത് പ്രമാണത്തിൽ നിന്നുകൊണ്ട് നാം പ്രവാചകനെ സ്നേഹിക്കുക, പ്രവാചകൻ്റെ ജീവിതത്തെ അനുധാവനം ചെയ്യുക എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്.